ജെറമിയ അധ്യായം 7. കർത്താവ് ജെറമിയായോട് അരുളിച്ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക. കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാനിവാസികളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ. എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ഇതാ പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിൻചൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവിൻ. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു. ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. ഞാൻ വിളിച്ചു, നിങ്ങൾ വിളി കേട്ടില്ല. അതുകൊണ്ട് ഷീലോയോട് ചെയ്തത് തന്നെ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ സഹോദരങ്ങളായ എഫ്രായിം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളും. ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട. അവർക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ നീ മാധ്യസ്ഥം പറയരുത്. ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല. യൂദായിലെ നഗരങ്ങളിലും ജെറൂസലമിലെ തെരുവീഥികളിലും അവർ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നില്ലേ? ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറക് പെറുക്കുന്നു. പിതാക്കന്മാർ തീ ഊതുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു. എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത്? കർത്താവ് ചോദിക്കുന്നു. അല്ല, തങ്ങളെ തന്നെയാണ് പ്രകോപിപ്പിച്ച് പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നത്. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും. അത് ശമിക്കാതെ കത്തിയെരിയും. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബലികളും അവയ്ക്ക് മേൽ ദഹനബലികളും അർപ്പിക്കുവിൻ. അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെപ്പറ്റിയോ ദഹനബലികളെപ്പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്കനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് ഞാൻ അയച്ചു. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു.
ആകയാൽ നീ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയണം. എന്നാൽ അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, അവർ വിളി കേൾക്കുകയില്ല. നീ അവരോട് പറയണം, തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത്. സത്യം അസ്തമിച്ചിരിക്കുന്നു, അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. നീ മുടി അറുത്തെറിയുക, മലമുകളിൽ കയറി വിലാപഗാനം ആലപിക്കുക. താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ച് പുറന്തള്ളിയിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദായുടെ സന്തതി എൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിക്കാൻ ബെൻഹിന്നോം താഴ്വരയിൽ അവർ തോഫത്തിന് യാഗപീഠം നിർമ്മിച്ചു. അത് ഞാൻ കൽപ്പിച്ചതല്ല, ചിന്തിച്ചതുപോലുമല്ല. ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു, തോഫത്ത് എന്നോ ബെൻഹിന്നോൻ താഴ്വര എന്നോ അല്ല, കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു. വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫത്ത് ശ്മശാനമായി മാറും. ഈ ജനത്തിൻ്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും. അവയെ ഓടിച്ചു കളയാൻ ആരുമുണ്ടായിരിക്കുകയില്ല. യൂദായിലെ നഗരങ്ങളിൽ നിന്നും ജെറൂസലമിലെ തെരുവീഥികളിൽ നിന്നും ആഹ്ലാദത്തിമുറുപ്പും ആനന്ദാരവവും മണവാളൻ്റെയും മണവാട്ടിയുടെയും മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും. ദേശം വിജനമായി തീരും. Chapter 7. The following message came to Jeremiah from the Lord. Stand at the gate of the house of the Lord, and there proclaim this message. Hear the word of the Lord, all you of Judah who enter these gates to worship the Lord. Thus says the Lord of hosts, the God of Israel, reform your ways and your deeds, so that I may remain with you in this place. Put not your trust in the deceitful words, this is the temple of the Lord, the temple of the Lord, the temple of the Lord. Only if you thoroughly reform your ways and your deeds, if each of you deals justly with his neighbor, if you no longer oppress the resident alien, the orphan, and the widow, if you no longer shed innocent blood in this place, or follow strange gods to your own harm, will I remain with you in this place, in the land which I gave your fathers long ago and forever. But here you are, putting your trust in deceitful words to your own loss. Are you to steal and murder, commit adultery and perjury, burn incense to Baal, go after strange gods that you know not, and yet come to stand before me in this house which bears my name, and say, We are safe, we can commit all these abominations again? Has this house which bears my name become in your eyes a den of thieves? I too see what is being done, says the Lord. You may go to Shiloh, which I made the dwelling place of my name in the beginning. See what I did to it because of the wickedness of my people Israel. And now because you have committed all these misdeeds, says the Lord, because you did not listen, though I spoke to you untiringly, because you did not answer, though I called you, I will do to this house named after me, in which you trust, and to this place which I gave to you and your fathers, just as I did to Shiloh. I will cast you away from me, as I cast away all your brethren, all the offspring of Ephraim. You, now, do not intercede for this people. Raise not in their behalf a pleading prayer. Do not urge me, for I will not listen to you. Do you not see what they are doing in the cities of Judah, in the streets of Jerusalem? The children gather wood, their fathers light the fire, and the women knead dough to make cakes for the Queen of Heaven, while libations are poured out to strange gods in order to hurt me. Is it I whom they hurt, says the Lord? Is it not rather themselves, to their own confusion? See now, says the Lord God, my anger and my wrath will pour out upon this place, upon man and beast, upon the trees of the field and the fruits of the earth. It will burn without being quenched. Thus says the Lord of hosts, the God of Israel, Heap your holocaust upon your sacrifices, eat up the flesh. In speaking to your fathers on the day I brought them out of the land of Egypt, I gave them no command concerning holocaust or sacrifice. This rather is what I commanded them. Listen to my voice.
Then I will be your God, and you shall be my people. Walk in all the ways that I command you, so that you may prosper. But they obeyed not, nor did they pay heed. They walked in the hardness of their evil hearts, and turned their backs, not their faces, to me. From the day that your fathers left the land of Egypt even to this day, I have sent you untiringly all my servants the prophets. Yet they have not obeyed me, nor paid heed. They have stiffened their necks, and done worse than their fathers. When you speak all these words to them, they will not listen to you either. When you call to them, they will not answer you. Say to them, This is the nation which does not listen to the voice of the Lord its God, or take correction. Faithfulness has disappeared. The word itself is banished from their speech. Cut off your dedicated hair and throw it away, on the heights in tone and elegy, for the Lord has rejected and cast off the generation that draws down his wrath. The people of Judah have done what is evil in my eyes, says the Lord. They have defiled the house which bears my name by setting up in it their abominable idols. In the valley of Ben Hinnom they have built the high place of Topheth, to immolate in fire their sons and their daughters, such a thing as I never commanded or had in mind. Therefore beware, days will come, says the Lord, when Topheth and the valley of Ben Hinnom will no longer be called such, but rather the valley of slaughter. For lack of space, Topheth will be a burial place. The corpses of this people will be food for the birds of the sky and for the beasts of the field, which no one will drive away. In the cities of Judah and in the streets of Jerusalem I will silence the cry of joy, the cry of gladness, the voice of the bridegroom and the voice of the bride, for the land will be turned to rubble.